ഫ്രണ്ട്സ്, ഞാൻ വയനാടൻ കാടിൻ്റെ കൺമണി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ചധികം നാളുകളായി ഞാൻ വീഡിയോ ചെയ്തിട്ട്. എന്തുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കണം. വയനാട്ടിൽ മഴ അത്യാവശ്യം നന്നായിട്ട് തന്നെ പെയ്യുന്നുണ്ട്. പുഴകളും തോടുകളും കൈത്തോടുകളൊക്കെ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകാൻ തുടങ്ങി. അതൊക്കെ പോട്ടെ, അങ്ങനെ മലയാള മാസം മിഥുനം നമ്മളെ എന്നേക്ക് വിട്ടു പോവുകയാണല്ലേ. ഇനി നാളത്തെ പുലരി വിരിയുന്നത് കർക്കിടകത്തോടു കൂടിയാണ്. നമുക്കറിയാം, പണ്ട് മുതലേ നമ്മുടെ മാതാപിതാക്കളും നമ്മളുടെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും എന്തിനധികം ശ്രേഷ്ഠ ആയുർവേദ ആചാര്യന്മാരടക്കം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യമാണ് കർക്കിടകത്തിലെ ചികിത്സ എന്തുകൊണ്ടും ഫലപ്രദമാണെന്ന്. അതുമാത്രമല്ല, കർക്കിടകത്തിൽ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ നമ്മളോട് മുത്തശ്ശന്മാരും മുത്തശ്ശിമാരൊക്കെ പറയാനുള്ള കാര്യമാണ്, കുട്ടിയെ വീഴാതെ ശ്രദ്ധിക്കണം കേട്ടോ. എന്തേലൊന്ന് പറ്റിപ്പോയാൽ പിന്നെ വിട്ടുപോണ മാസമല്ല, ഒരു വർഷത്തേക്ക് കിടക്കുന്നല്ലേ. ഒരുവിധപ്പെട്ടവരും കുട്ടിക്കാലത്ത് ഇത് കേട്ടിട്ടുണ്ടാവാം. ഇന്നും മുത്തശ്ശന്മാരും മുത്തശ്ശിമാരൊക്കെ ഉള്ളവരും കർക്കിടകത്തിലെ ഈ സ്നേഹോപദേശം കേൾക്കുന്നുണ്ടാവാം. അപ്പോൾ എന്തായാലും ഈ വർഷത്തെ കർക്കിടകം വിട്ടുകളയാതെ നമുക്ക് നമ്മുടെ ആരോഗ്യം കുറച്ചൊന്ന് ശ്രദ്ധിച്ചാലോ. സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരും അഭിമുഖീകരിക്കുന്നൊരു പ്രശ്നമാണ് കേശചർമ്മ രോഗങ്ങൾ. കേശരോഗങ്ങൾ എന്ന് പറയുമ്പോൾ മുടി കൊഴിച്ചൽ, മുടി പൊട്ടിപ്പോവുക, താരൻ, തലയിൽ വരുന്ന സോറിയാസിസ്, മുടി വളരാതിരിക്കുക എന്നീ അവസ്ഥകൾ. ഇനിയിപ്പം ചർമ്മരോഗങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് മുഖക്കുരു, കറുത്ത പാടുകൾ, വരണ്ട ചർമ്മം, സോറിയാസിസ്, അങ്ങനെ പോകുന്നു തൊലിപ്പുറത്തുള്ള അസുഖങ്ങൾ. അപ്പോൾ ഇത്തരം അസുഖങ്ങളിൽ നിന്ന് നമുക്കൊരു മോചനം വേണ്ടേ? അതിനുവേണ്ടി ഈ പ്രാവശ്യത്തെ കർക്കിടകം നമുക്കങ്ങ് ശരിക്ക് വിനിയോഗിച്ചാലോ. എന്നോടൊപ്പം ആരെല്ലാം ഉണ്ടെന്ന് പറയാമോ? പഴയ കാലത്തിൻ്റെ മുതൽക്കൂട്ടായ കർക്കിടകത്തിലെ കേശ സംരക്ഷണവും ചർമ്മ സംരക്ഷണവും ആവശ്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വയനാടൻ കാടിൻ്റെ കൺമണിയോടൊപ്പം ചേരാം. എനിക്കറിയാവുന്ന അറിവുകൾ അതേപടി നിങ്ങൾക്കായി ഞാൻ പകർന്നു നൽകാം. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഉപയോഗപ്രദമെന്ന് തോന്നുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ യാത്രയിൽ എന്നോടൊപ്പം പങ്കുചേരാം. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ വയനാട്ടിൽ നിന്നും വയനാടൻ കാടിൻ്റെ കൺമണി.